എനിക്ക് വെളിയിറങ്ങി BJP-ക്കാരനൊന്ന് പറയാൻ ഒരു നാണക്കേടുണ്ട്. സഹിക്കാൻ പറ്റില്ല. അത് നിങ്ങൾക്ക് അനുഭവിക്കുമ്പോഴേ മനസ്സിലാവും. നമ്മൾ ഒരു വല്ലാതെ എന്നെ വിഷമത്തിലാക്കി. എന്തെങ്കിലും ഇപ്പം എങ്ങനെ ചേർന്നോ എന്ന് ചോദിച്ചാൽ, അങ്ങനെ ചേരണമെങ്കിൽ അത് ചില നടപടിക്രമങ്ങളുണ്ടല്ലോ. പാർട്ടി കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയല്ലേ, അങ്ങനെ പോയി ചേരാൻ പറ്റില്ല. പാർട്ടിയിലെ തീരുമാനിക്കുന്നു ആർക്കൊക്കെ മെമ്പർഷിപ്പ് കൊടുക്കണം വേണ്ട. ഞാൻ കണ്ടു, അദ്ദേഹത്തിനെ കണ്ടു, ഹൃദ്യമായ ഒരു ചർച്ച നടന്നു. താങ്കൾ ഫേസ്ബുക്കിൽ ഇട്ട പോലെ ആ ഒരു കാരണം കൊണ്ട് മാത്രമാണോ BJP വിട്ടത്? അല്ല, കാരണങ്ങൾ നിരവധിയുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം ഗുരുദേവനെ സംബന്ധിക്കുന്ന കാര്യം തന്നെയാണ്. നമ്മുടെ കഴിഞ്ഞ 2 വർഷത്തിന് മുമ്പ് ഗവൺമെൻറ് ഓഫ് കേരള റിപ്പബ്ലിക് ഡേക്ക് നല്ലൊരു പ്ലോട്ട് ഗുരുദേവൻ്റെ തയ്യാറാക്കി ഡൽഹി കൊണ്ടുപോയി. അതിനെ മാറ്റി. അപ്പം അതിനകത്തുള്ള ഒരു വൈരുദ്ധ്യം, നമ്മുടെ ബഹുമാനായ പ്രധാനമന്ത്രി പറഞ്ഞു, ഞാൻ ഭരിക്കുന്നത് ഗുരുദേവ ദർശനത്തിൻ്റെ അടിത്തറയിൽ നിന്നാണ്. നിങ്ങൾ കേട്ട് കാണുമല്ലോ. പക്ഷേ ഗുരുദേവ ദർശനത്തിൻ്റെ അടിത്തറയിൽ നിന്ന് ഭരണം നടത്തുന്ന മോഡിജി ഗുരുദേവൻ്റെ പ്ലോട്ട് മാറ്റിയിട്ട് കൂടുതൽധാരിയായ ശങ്കരാചാര്യരുടെ പ്ലോട്ടാണ് അന്ന് രാജിവെക്കാൻ ഒരുങ്ങിയതാണ്. ഒരു കടുത്ത സമ്മർദ്ദം വന്നപ്പോൾ ഞാൻ പിന്നെ അങ്ങ് ഒഴിഞ്ഞു. അതിനുശേഷം ഞാൻ ആക്റ്റീവല്ലാതെ ഇരുന്നതിന് പല കാരണങ്ങളുണ്ട്. അപ്പം ഞാൻ ജനിച്ചു വീണ മണ്ണെന്ന് പറയുന്നത് നെടുമങ്ങാട്ടം മണ്ണിൽ, ആ ടൗണിൽ മുസ്ലിങ്ങളാണ്. അവരുടെ ഇടയിൽ അവിടെ ഉമ്മമാർ, അവിടുത്തെ മാമന്മാർ, അവിടുത്തെ കാക്കന്മാർ, അവരുടെ ഇടയിൽ വളർന്ന് എനിക്ക് ഒരു മുസ്ലിം വിരോധം ഒരിക്കലും സാധ്യമല്ല. പിന്നെ എൻ്റെ ഗ്രാമത്തിലെ വീട്ടിൻ്റെ ചുറ്റും ക്രിസ്ത്യാനികളാണ്. വടക്കേ ഇന്ത്യയിലെ കന്യാസ്ത്രീമാരെ ഉപദ്രവിക്കുമ്പോൾ വല്ലാതെ അസ്വസ്ഥതയാണ് എനിക്ക് വെളിയിറങ്ങി BJP-ക്കാരനൊന്ന് പറയാൻ ഒരു നാണക്കേടുണ്ട്. സഹിക്കാൻ പറ്റില്ല. അത് നിങ്ങൾക്ക് അനുഭവിക്കുമ്പോഴേ മനസ്സിലാവും. നമ്മൾ ഒരു വല്ലാതെ എന്നെ വിഷമത്തിലാക്കി. എന്തെങ്കിലും ഉപാധികളോടുകൂടിയാണോ ഇങ്ങനൊരു മാറ്റം? എന്തെങ്കിലും ഓഫറുകൾ CPM-ന്റെ ഭാഗത്ത് നിന്ന് മുന്നോട്ട് വരും? ഓഫറോ? അതെന്തോ? അത് ഞാൻ ചോദിക്കട്ടെ, സ്ഥാനമാനങ്ങൾക്ക് ഒരു കുറവുണ്ടായിരുന്ന സ്ഥലത്ത് നല്ലല്ലോ ഞാൻ വന്നിരിക്കുന്നത്. അവിടെ ഞാൻ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു, ദേശീയ സമിതി അംഗമായിരുന്നു. അവരുടെ ഒരു സ്ഥാനം മാത്രമേ ഞാൻ റിജക്റ്റ് ചെയ്തിട്ടുള്ളൂ. അത് പിന്നോക്ക സമുദായ മോർച്ച. ഞാൻ അവരോട് പറഞ്ഞത്, ഞാൻ വർഗ ബഹുജന സംഘടനകളുടെ ആണ് വിശ്വസിക്കുന്നത്, വർഗീയ ബഹുജന സംഘടനകളിലേക്ക് ദഹിക്കുന്നതല്ല. അപ്പോൾ കുമ്മനം രാജേട്ടൻ പ്രസിഡന്റാണ്. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഇന്ന് തന്നെ എന്നെ മാറ്റണം. അങ്ങനെ അദ്ദേഹം എന്നെ മാറ്റി. അദ്ദേഹം കർഷക മോർച്ചയുടെ വൈസ് പ്രസിഡന്റാണ്. അപ്പോൾ എനിക്ക് കുഴപ്പമില്ല. കർഷക മോർച്ച എന്ന് പറഞ്ഞാൽ കൃഷിക്കാരുടെ സംഘടന, മറ്റൊരു വർഗീയ ഇതല്ലേ. അപ്പോൾ അത് ആണ് ഞാൻ ആകെ റിജക്റ്റ് ചെയ്തിട്ടുള്ള അധികാരം. അവരിന് സെൻസർ മെമ്പറാക്കി, എല്ലാം ആക്കി, സംസ്ഥാന സെക്രട്ടറി ആക്കി, ദേശീയ സമിതി ആക്കി. അതിലൊന്നും ഒരു കുറവുമില്ല. ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് അതിനൊന്നുമല്ല. ശാശ്വതികാന്ത സ്വാമിയെ കേട്ടിട്ടുണ്ടല്ലോ. അദ്ദേഹത്തിന് ഞങ്ങൾ വിളിക്കുന്നത് മതാതീതാത്മീയതയുടെ മഹാപ്രവാചകൻ എന്നാണ്. അദ്ദേഹം പറഞ്ഞു, ഗുരുദേവ ദർശനം വലിയ വെല്ലുവിളി നേരിടുകയാണ്. ഗുരുദേവനെ വികലമാക്കി, ഗുരുദേവനെ ഹിന്ദുവാക്കി ഗുരുദേവനെ ഇല്ലാതാക്കാനുള്ള വലിയ ശ്രമം നടക്കുകയാണ്. അപ്പോൾ ഞാൻ ഇത്രത്തോളം ഇതിന് ആഴമുണ്ടെന്ന് മനസ്സിലാക്കിയില്ല അദ്ദേഹം എന്ന് പറഞ്ഞപ്പോൾ. ഗുരുദേവ ദർശനം സുരക്ഷിതമായി നിലനിൽക്കണമെങ്കിൽ അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് മാത്രമേ സുരക്ഷിതമായി ഗുരുദേവ ദർശനം നിലനിർത്താൻ സാധിക്കൂ കേരളത്തിൽ. അതാണ് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ. അതിൻ്റെ ആഴം ഞാൻ മനസ്സിലാക്കിയത് ആ BJP പോയപ്പോഴാണ്. നിങ്ങൾ പലയിടത്തും എന്നെ കണ്ടു കാണില്ല, കാരണം ഞാൻ ആക്റ്റീവല്ലായിരുന്നു. ആക്റ്റീവാവാൻ എൻ്റെ മനസ്സാക്ഷി അനുവദിച്ചിട്ടില്ല. എന്നാലും അവർ വാരിക്കൊരു സ്ഥാനമാനങ്ങളൊന്നും നൽകിയെങ്കിലും സ്ഥാനമാനങ്ങളൊന്നും എന്നെ കംഫർട്ടബിൾ ആക്കിയതേയില്ല.